ഞങ്ങളുടെ 10th വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ മെയ് 25-നായിരുന്നു. വർക്കലയിലുള്ള അശോകം എന്ന് വെച്ച റെസിഡൻസി വെച്ചിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. കടലിൻ്റെ തീരത്തുള്ള മനോഹരമായിട്ടുള്ള ഒരു റെസിഡൻസിയാണ് അശോകം റെസിഡൻസി. ഈ ഒരു ലൊക്കേഷൻ എന്നെ ഇഷ്ടപ്പെട്ടത് തന്നെ ഈ കടലിൻ്റെ തീരത്തുള്ള മനോഹരമായിട്ടുള്ള ഒരു സീ വ്യൂ ലൊക്കേഷനാണ്. നമ്മളെ റൂമിൽ നിന്ന് സീൻ്റെ വ്യൂ കംപ്ലീറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. അപ്പം അന്ന് അവിടെ ചിലവഴിച്ചതിൻ്റെ കുറച്ച് ഓർമ്മകളും വൈകുന്നേരം ക്ലിഫിൽ പോയതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളും കേക്ക് കട്ടിങ് ഫംഗ്ഷൻസും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. വർക്കല ഇടവേല് മാന്തര ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് ശരിക്കും ഈ അശോകം റെസിഡൻസി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ റൂട്ട് കണ്ടുപിടിക്കാൻ വലിയ താമസമൊന്നും ഉണ്ടായില്ല. നമ്മൾ രാവിലെ ഏകദേശം ഒരു 11:30-12 മണി ആയതോടുകൂടി എത്തിച്ചേർന്നു. കുറച്ചു നേരം അവിടെ നിന്ന് കാഴ്ചകൾ കണ്ടതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. കടലിനോട് ചേർന്ന് നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണുള്ളത്. ഞങ്ങൾ മെയ് മാസമായിരുന്നു. നമ്മൾ ശരിക്കും മെയ് മാസം ആയത് കാരണം അന്തരീക്ഷത്തിൽ മഴയുടെ ചെറിയ ഒരു സൂചനയൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ഇടയ്ക്കിടയ്ക്ക് മഴയുടെ ഒരു പൊടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്ന് കടലിന് നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നൽകി. അപ്പം കുറച്ചു നേരം അവിടെ വന്ന് കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വിശപ്പായി തുടങ്ങി. അപ്പം പിന്നെ നേരെ ഡൈനിങ് ഹാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആ കാണുന്ന കെട്ടിടമാണ് നമ്മളെ കിച്ചണും ഡൈനിങ് ഏരിയ എല്ലാം കൂടി വരുന്നത്. അപ്പം ഞങ്ങൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് ഭക്ഷണം കഴിക്കാനായി നടന്നു. മഴയൊക്കെ പെയ്ത് അന്തരീക്ഷത്തിൽ നല്ല തണുപ്പ് നിൽക്കുന്ന സമയമായിരുന്നല്ലോ. അപ്പം നമുക്ക് നല്ല ചൂട് ചോറ് കഴിക്കാൻ തോന്നി. നല്ല ചൂട് ചോറും പോരാത്തതിൻ്റെ വർക്കല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീനുകൾക്ക് പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം നല്ല ചൂട് ചോറും അതിനകത്ത് മീൻകറിയൊക്കെ ഒഴിച്ച് ഒരു മീൻ ഫ്രൈ ഒക്കെ ഒന്ന് കഴിക്കാനായിട്ടുള്ള ആഗ്രഹം തോന്നി. അങ്ങനെ നമ്മൾ ചോറ് ഓർഡർ ചെയ്തു. ഭക്ഷണം വന്നു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ നേരെ പാറക്കെട്ടുകളുള്ള ആ ഏരിയയിലേക്ക് നീങ്ങി. അവിടെ നിൽക്കുമ്പോൾ പാറക്കെട്ടുകളിൽ കടൽത്തിരകൾ ശക്തിയായി വന്ന് ഇടിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം നമുക്ക് കാണാം. അതിശക്തമായിട്ട് തിരകൾ വീണ്ടും ഒന്ന് പാറക്കെട്ടുകളിൽ ഇടിക്കുകയാണ്. തിര ഇങ്ങനെ തല്ലിക്കൊണ്ടേയിരിക്കുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ കൂടെ ധാരാളം ആൾക്കാരൊക്കെ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദൂരേക്ക് ചെല്ലുമ്പോൾ തന്നെ ഈ കടൽ ഇങ്ങനെ വന്ന പാറക്കെട്ടുകൾ കാണല്ലോ. മൊത്തം വർക്കല കൂടുതലും പാറക്കെട്ടുകളാണ്. ആ പാറക്കെട്ടുകളിൽ തിരമാലകൾ ഇങ്ങനെ ശക്തിയായി വന്നിരിക്കുന്ന ഒരൊച്ച നമുക്ക് കേൾക്കാം. അതൊരു ഭയങ്കര വല്ലാത്തൊരു കാഴ്ചയാണ്. ആ ഒരു കടൽ ശക്തമായിട്ട് ഇളകി മറിയുന്ന കടൽ വന്ന് പാറക്കെട്ടുകൾ ഇങ്ങനെ തല്ലുന്ന ആ ഒരു കാഴ്ചയും ആ ഒരു തല്ലുന്നതിൻ്റെ തിരമാലകൾ വന്നിരിക്കുന്നതിൻ്റെ ആ ഹുങ്കാര ശബ്ദമൊക്കെ ചേർന്ന് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ കുറച്ച് നേരം മുന്നോട്ട് നടന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു വള്ളം കണ്ടത്. വള്ളം പണ്ട് കുറേ യാത്രകൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വള്ളമായിരിക്കണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഉപയോഗശൂന്യമായിട്ട് ഇപ്പം ഈ ഒരു പാറക്കെട്ടുകളുടെയൊക്കെ മേളിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്തൊക്കെ പായലും പൂപ്പലും ഒക്കെ വളർന്ന് ഇങ്ങനെ ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. തടിയെല്ലാം ദ്രവിച്ച് പോയിരിക്കുന്നു. ഇതിനകത്തൊക്കെ ആൾക്കാരിപ്പോൾ ഫോട്ടോ ഒക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്പോട്ട് പോലെയൊക്കെയാണ്. കടലിൻ്റെ കാഴ്ചകളെ കണ്ടിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമയിലെ പാട്ടും ആ സിനിമയിലെ രംഗങ്ങളും ഇങ്ങനെ ഓടിയെത്തി. ഒരുപക്ഷെ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ തന്നെ ഊഹിക്കാൻ പറ്റിയേക്കും. മറ്റൊന്നുമല്ല, ബോംബെ എന്ന സിനിമയിലെ ഉയിരേ ഉയിരേ എന്നുള്ള ഒരു സോങ്ങാണ്. അതിനകത്ത് അരവിന്ദ് സ്വാമി, മനീഷ കൊയ്രാളയും ഇട്ടുള്ള ആ ഒരു പാട്ട് സീക്വൻസ് എത്ര കിടിലമായിട്ടാണ് മലയാളത്തിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അറിയാമല്ലോ. എത്രയോ തവണ നമ്മളത് കണ്ടിരിക്കുന്നു. അത് ശരിക്കും ഷൂട്ട് ചെയ്തത് ബേക്കൽ കോട്ടയിലാണ്. ബേക്കൽ കോട്ടയുടെ ആ ഒരു മഴ നനഞ്ഞ അന്തരീക്ഷത്തിൽ ആ ഒരു ബേക്കൽ കോട്ടയുടെ സൗന്ദര്യത്തെ ഇതേപോലെ ഒപ്പിയെടുത്ത പാട്ടുകൾ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടംപോലെ പാട്ടുകൾ ഷൂട്ട് ചെയ്ത സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷനാണ് ബേക്കൽ കോട്ട, കാസർഗോഡുള്ള.
പക്ഷേ ഇത്ര മനോഹരമായിട്ട് ക്യാമറ, അതെനിക്ക് രാജീവ് മേനോനാണ് ക്യാമറ ഇരിക്കുന്നത്, ഇത്ര മനോഹരമായിട്ട് ആ ലൊക്കേഷൻ ഒപ്പിയെടുത്തിരിക്കുന്നത് അപ്പോൾ വേറെ ഒന്നും ആരും ചെയ്തിട്ടില്ല. ഈ ശരിക്കും എനിക്ക് വർക്കല ഈ ഒരു ലൊക്കേഷനിൽ നിന്നപ്പം വർക്കല ഈ ഒരു പാറക്കെട്ടുകൾക്ക് അടുത്ത് നിന്നപ്പോൾ ആ ഒരു പാട്ടും ഒരു സീൻസും ഒക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ഓടിയെത്തി. ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു പരുന്നിങ്ങനെ ആകാശത്ത് വട്ടമറ്റ് ചുറ്റി പറക്കുന്നത് കണ്ടോ? അവനിങ്ങനെ കടലിൻ്റെ തിരമാലകൾക്കിടയിൽ എവിടെയോ ഒരു മീനിനെ ദൂരെ വന്ന് കാണുന്നു. അവൻ കറക്റ്റ് അവിടെ തന്നെ വന്ന് പറന്നിറങ്ങുന്നു. ഒറ്റ സെക്കൻഡുകൾക്കുള്ളിൽ, കണ്ണടച്ച് തുറക്കുന്ന നിമിഷങ്ങൾക്കുള്ളിൽ മീനിനെയും കൊത്തിയെടുത്തുകൊണ്ട് ആകാശത്തേക്ക് പറക്കുന്നു. ഇതാണ് ഇവന്മാർ ചെയ്യുന്ന പരിപാടി. ഇവനൊറ്റയ്ക്കല്ല, വേറെ കുറേ പരുന്തുകൾ അവിടെ ഇങ്ങനെ പറന്നത് ഞാൻ കണ്ടു. ഇത്രയും ആകാശത്തുനിന്ന് ഇതിനെ കറക്റ്റ് സ്പോട്ട് ചെയ്ത് കൊണ്ടുവന്ന്, ഇത്രയും ആകാശത്തുനിന്ന് കടലിൻ്റെ ഇത്രയും താഴത്തുള്ള കിടക്കുന്ന മീനിനെ സ്പോട്ട് ചെയ്തിട്ട് വന്ന് കൊത്തിയെടുത്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചില്ലറ കാര്യമില്ല. ഇവന്മാരെ അത് സമ്മതിക്കണം ഈ ഒരു പക്ഷികളെ. കടൽ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു നേരം നടന്നതിന് ശേഷം ഞങ്ങൾ ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു കടന്നു. വസിമൻ കുറച്ചു നേരം പൂളിൻ്റെ ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരമൊക്കെ അവിടെ നിന്നതിന് ശേഷം ഞങ്ങളും കൂടെ നിന്നതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് നീങ്ങി കുറച്ചു നേരം വിശ്രമമൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ വീണ്ടും വർക്കല ക്ലിഫിലേക്ക് നീങ്ങി. ക്ലിഫിലെ കാഴ്ചകൾ കാണാനും ക്ലിഫിൻ്റെ ആ ഒരു ബീച്ച്, വർക്കല ക്ലിഫിൻ്റെ ബീച്ചും അവിടുത്തെ പരിസരങ്ങളൊക്കെ കാണാനായിട്ട് ഞങ്ങൾ 2-3 പേരും കൂടെ ഇറങ്ങി. ശരിക്കും മെയ് ജൂൺ മാസമാണ്, ശരിക്കും ഇത് ഒരു ടൂറിസ്റ്റ് സീസൺ അല്ല. എന്നിട്ട് പോലും ധാരാളം ആൾക്കാർ അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതായത് നോർത്ത് ഇന്ത്യൻസും ഉണ്ടായിരുന്നു, വിദേശികളായിട്ടുള്ള ആൾക്കാർ, ഔട്ട്സൈഡ് ഇന്ത്യയുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ ഒരു സ്ഥലം, വർക്കല എന്നുള്ള സ്ഥലത്തിൻ്റെ മനോഹാരിതയെ ആൾക്കാർ അത്രത്തോളം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാവണമല്ലോ ഈ ഒരു ഓഫ് സീസണിൽ പോലും ധാരാളം ആൾക്കാർ അവിടെ വരുന്നത്. ക്ലിഫിൽ കൂടി കുറച്ചു നേരം നടന്ന് ക്ഷീണിച്ചപ്പോൾ എങ്കിൽ പിന്നെ ഒരു ചായ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഒരു ചായ കുടിക്കുമ്പോൾ നമ്മളൊന്ന് എനർജറ്റിക് ആവുമല്ലോ. അങ്ങനെ നമ്മൾ മേളിൽ കയറി ഒരു ചായ കുടിക്കാനായിട്ടിരുന്നു. ഒരു 2 ചായയും ഒരു കോഫിയും പറഞ്ഞു. റേറ്റൊക്കെ അത്യാവശ്യം നല്ല കത്തി തന്നെയാണ്. ചായക്കൊക്കെ 40 രൂപയും കോഫിക്കും അറൗണ്ട് 50 റുപ്പീസൊക്കെയാണ് ഇവിടെ അവർ പേ ചെയ്യുന്നത്. ഇത് ക്ലിഫിൽ നിന്നും നമ്മൾ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പുകളാണ്. അത് ഇങ്ങനെ ക്ലിഫിൽ കൂടി നടക്കുമ്പോൾ കാണാം, അവിടെ 2-3 സ്ഥലത്തായിട്ട് താഴോട്ട് സ്റ്റെപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സ്റ്റെപ്പുകൾ വഴി നമുക്ക് താഴേക്ക് ഇറങ്ങാം, താഴെ ബീച്ചിലോട്ട് ഇറങ്ങിച്ചെല്ലാം. ശരിക്കും ആ ബീച്ചിലാണ് ആൾക്കാർ കൂടുതൽ നിൽക്കുന്നത്. അവിടെയാണ് ആൾക്കാരുടെ കളികളും മറ്റ് വിനോദങ്ങളും ഒക്കെ ഉള്ള ഒരു ഏരിയ. താഴെ ബീച്ചാണ്. വസിമ കുറച്ചു നേരം കടലിലെ തിരകളുമായിട്ട് കളിക്കാൻ വിചാരിച്ചു. പക്ഷെ തിരകൾ വന്നപ്പോൾ വസി കുറച്ച് പേടിയായി, കുറച്ച് പിറമലോട്ട് മാറി. എന്നിട്ട് വീണ്ടും ഇങ്ങനെ പതുക്കെ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. പക്ഷേ വീണ്ടും തിരമാല വന്നു കഴിഞ്ഞേക്കും എന്നൊരു പേടി അവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവൻ 2 പേരും അവിടെ കടലിൻ്റെ കാഴ്ചയും കണ്ട് നോക്കി നിൽക്കുമ്പോൾ ഞാൻ പതുക്കെ എൻ്റെ ക്യാമറ എടുത്തുകൊണ്ട് ദൃശ്യങ്ങൾ പകർത്താനായിട്ട് നടന്നു നീങ്ങി. അങ്ങനെ നടന്നു നീങ്ങിയപ്പോഴാണ് നമ്മൾ ഇപ്പുറത്ത് കുറച്ചിങ്ങനെ വന്നപ്പോൾ കാണാൻ കുറച്ച് പിള്ളേരിങ്ങനെ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ ആണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഇത് ബൂമറാങ് പോലത്തുള്ളൊരു സംഭവം. നമ്മൾ ഒളിമ്പ്യൻ അന്തോണി ആദ്യം മോഹൻലാൽ ഇങ്ങനെ എറിയുന്നത് കാണുന്നുള്ളൂ. മോഹൻലാൽ എറിയുന്ന ഡിസ്ക്കാണ് അറിയുന്നത്, അത് തിരിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ വരുന്നത് കാണിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇവർ 2 പേരും ഇങ്ങനെ എറിഞ്ഞ് കളിക്കുന്ന ഒരു കാഴ്ചയാണ്. 2 പിള്ളേർ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വരുന്നത്. കുറച്ചു നേരം അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് തന്നപ്പോൾ എനിക്കും തോന്നി ഇങ്ങനെ സംഭവം നമുക്കും കൂടെ ഒന്ന് എറിഞ്ഞ് നോക്കിയാലോ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അങ്ങനെ അവിടേക്ക് ഒന്ന് പോയി ചോദിക്കാമെന്ന് വിചാരിച്ചു. അവരെന്ത് പറയാമെന്ന് അറിയത്തില്ല, എന്നാലും ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പതുക്കെ ക്യാമറ വായയുടെ കയ്യിൽ കൊടുത്തിട്ട് നേരെ അവരുടെ സമീപത്തേക്ക് നീങ്ങി. ഞാനങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ വസിമോൻ എൻ്റെ പറയാൻ വന്നു. വസിമോൻ എന്നെ പറയാമെന്ന് പതുക്കെ ഒന്ന് തള്ളി വിട്ടു. കാരണം ഞാൻ ചെന്ന് അവർക്ക് സംസാരിച്ചു. അപ്പോൾ അവർ പാവം പിള്ളേരായിരുന്നു കേട്ടോ. അവർ യാതൊരു മടിയും കൂടാതെ, പറഞ്ഞപ്പോൾ തന്നെ യാതൊരു മടിയും കൂടാതെ ആ ഒരു ഡെസ്ക് എറിയാനായിട്ട് എൻ്റെ കയ്യിലും കൂടെ തന്നു. അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അവനെനിക്കിങ്ങനെ കൈ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എങ്ങനെയാണെന്ന് എറിയേണ്ട രീതി, എങ്ങനെ അത് എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് വീഴുന്നുള്ള, എങ്ങനെ വീശി എറിഞ്ഞ് കഴിഞ്ഞാൽ വീഴുന്നുള്ള രീതി അവനിങ്ങനെ കാണിച്ചു തന്നു. അപ്പം ഞാൻ ജസ്റ്റ് പതുക്കെ നിന്നിട്ട് അതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകണം. അങ്ങനെ ഞാൻ അത് വീശി എറിഞ്ഞു. അപ്പം
ഉദ്ദേശിക്കുന്ന അവരെറിയുന്ന ആ ഒരു പെർഫെക്ഷനിലൊന്നും പോയില്ല. അത് ശരിക്കും ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഡിസ്ക് പോകേണ്ട ഒരു രീതി ഉണ്ടല്ലോ, ഒളിമ്പിയൻ അന്തോണിനകത്തിൽ ആ ഒരു സീൻ കണ്ടാൽ മതി. ഒരു പ്രത്യേക ഷേപ്പിൽ ഇങ്ങനെ അത് കറങ്ങിപ്പോവും. അത്രയും ഒരു പെർഫെക്ഷനോടുകൂടി എനിക്ക് അറിയാൻ പറ്റിയില്ല. എന്നാലും പിന്നെ അവനതെടുത്ത് തിരിച്ചെറിഞ്ഞു തന്നു. എൻ്റെ അപ്പുറത്തേക്ക് നാളെ ആ സാധനം എടുത്ത് തിരിച്ചിങ്ങോട്ട് എറിഞ്ഞു തന്നു. ഒരു തവണ പരാജയപ്പെട്ടെങ്കിലും ആ പയ്യൻ വീണ്ടും എന്നെ ഒന്നുകൂടി എറിയാൻ സമ്മതിച്ചു. അവനതെങ്ങനെയാണെന്ന് എറിയേണ്ട രീതി ഒന്നുകൂടി ഒന്ന് കാണിച്ചു തന്നു. എന്നിട്ട് ഞാൻ ഒന്നുകൂടി എറിയാൻ തുടങ്ങി, വീണ്ടും തയ്യാറെടുത്തു. അപ്പം വസിമോൻ പതുപോലെ വന്ന് വസിമോൻ്റെ കൊട്ടേഷൻ എറിയേണ്ട രീതിയൊക്കെ കാണിക്കുന്നതാണല്ലോ, അവനവിടെ എക്സ്പേർട്ടായിട്ട് മാറി. ഞാൻ വീണ്ടും ഒന്നുകൂടി എറിഞ്ഞു. പക്ഷേ അത് വീണ്ടും അപ്പുറത്ത് തന്നെ ചെന്ന് വീണു. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിലല്ല, ആ ഒരു മോഷൻ, ആ ഒരു പോകേണ്ട ഒരു അന്തരീക്ഷത്തിൽ കൂടെ പോകുന്ന ഒരു രീതി ശരിക്കും അവരെറിയുന്ന ആ ഒരു പെർഫെക്ഷനിൽ നമ്മൾ അറിയുമ്പോൾ കിട്ടുന്നില്ല. രണ്ടു തവണ എറിയാൻ സമ്മതിച്ചെങ്കിലും അവൻ പിന്നെ വീണ്ടും നമുക്കത് എറിയാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കാരണം അവൻ തന്നെ പോയിട്ട് ഇതിൻ്റെ വേറൊരു സ്പെയർ അവരെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ ഒരു സ്പെയർ എടുത്തുകൊണ്ട് വന്നു. ആ ഒരു സ്പെയർ എനിക്കും വസിക്കും കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അവൻ തന്നു. പറഞ്ഞു, നിങ്ങൾ ആവശ്യം പോലെ മാറി ഇഷ്ടം പോലെ എറിഞ്ഞ് പരിശീലിച്ചോളം പറഞ്ഞു. ഞങ്ങൾ ഇവിടെ മാറിയെന്ന് ഞങ്ങളെ കളിക്കട്ടെ, ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്നൊന്നും പറഞ്ഞില്ല പാവം പയ്യൻ. എന്നിട്ട് ഞങ്ങൾക്ക് തന്നു. അങ്ങനത്തെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ വന്ന് കുറച്ചങ്ങോട്ട് മാറി എന്നിട്ട് രണ്ടുപേരും എറിഞ്ഞ് പരിശീലിക്കാൻ തുടങ്ങി. ഞങ്ങൾ വീണ്ടും ക്ലിഫിലെ ബാക്കിയുള്ള കാഴ്ചകൾ കാണാനായിട്ട് നീങ്ങി. അപ്പോഴാണ് ഈ 2-3 വിദേശികളെ കണ്ടത്. അവരവിടെ കിടന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളും കുപ്പികളൊക്കെ ഇങ്ങനെ കൊണ്ടെടുത്തുകൊണ്ട് നീങ്ങുകയാണ്. അവർ ആ സംഭവങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട്, ആ പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ദൂരെ ആ വേസ്റ്റ് ഇടുന്നൊരു ബാസ്ക്കറ്റിൽ കൊണ്ടുവന്നിടുന്നു. എത്രയോ ആൾക്കാർ അവിടെ വന്ന് പോകുന്നതെന്ന് അറിയാമോ? ഇനി നമ്മൾ ഉൾപ്പെടെ, ഞങ്ങൾ ഉൾപ്പെടെ. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു തോന്നൽ വന്നില്ല. ശരിക്കും എനിക്ക് അവരുടെ ബഹുമാനം തോന്നിയിരുന്ന നിമിഷമായിരുന്നു. അപ്പോൾ നമ്മൾ മാത്രമല്ല വീഡിയോ ഷൂട്ടിങ്ങിനൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതൊരു വിദേശ വനിത, അവർ ഇതുപോലെ ഒരു ക്യാമറയും ജിംബലും ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്ത് നടക്കുന്നുണ്ട്. മേ ബി അവരുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് അങ്ങനെ ആയിരിക്കും. ആ ദൂരെ കാണുന്ന ആ ഒരു ബ്രിഡ്ജ് കണ്ടില്ലേ, അത് കുറച്ച് നാൾ മുമ്പ് വളരെ കുപ്രസിദ്ധമായിട്ട് തീർന്നൊരു ബ്രിഡ്ജാണ്. ആക്ച്വലി അത് കടലിലേക്ക് നീളുന്നൊരു ബ്രിഡ്ജായിരുന്നു. അന്നൊരിക്കൽ ഒരു കടലിലേക്ക് നീളുന്ന ആൾക്കാർ, കുറേ വിദേശികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിന്നപ്പോൾ ശക്തമായ തിരമാലയിൽപ്പെട്ട് ആ ബ്രിഡ്ജ് പൊട്ടി വീണുകയും കുറേ ആളുകൾക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തു. ഒരാൾക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയൊക്കെ ചെയ്തു. ഇത് ശരിക്കും ആ കടൽ വരെ ഉണ്ടായിരുന്നു. അതിൻ്റെ നിർമ്മാണത്തിൽ ആ ഭാഗപ്പുഴയാണെന്ന് കാരണമാക്കിയത്. അത് ഭയങ്കര വാർത്തയൊക്കെ ആയതാണ്. ഇത് ഭയങ്കര ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയ്ക്കെതിരെയും നിർമ്മാണത്തിലെ അപാകതകൾക്കെതിരെയൊക്കെ ഭയങ്കരമായ പരാതികൾ ആ സമയത്ത് ഉയർന്നു വന്നതാണ്. ജീവിതത്തിൻ്റെ 2 തലങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഒരിടത്ത് ആഘോഷങ്ങളും മേളങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ മറ്റേ ബലിതർപ്പണം നടത്താനായിട്ട് വന്ന ഒരു ഫാമിലിയാണിത്. അവർ നേരത്തെ വിളക്ക് കത്തിച്ച് വെച്ച ചടങ്ങുകൾ നടത്തിയതിന് ശേഷം ദൂരെ തിരമാലയിൽ ചെന്ന് ബലിതർപ്പണം നടത്തുന്ന ചടങ്ങാണ് നമ്മൾ കാണുന്നത്. ദൂരെ കാണുന്നില്ല 2 പേര്. അപ്പോൾ ഒരു ഗാർഡ് അവിടെ മാറി നിൽക്കുന്നു. പുള്ളിയുടെ പ്രസൻസിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്.
അദ്ദേഹവും ഒരു തിരുമേനിയും ഒരു ശാന്തിയും പിന്നെ ബലിതർപ്പണം ചെയ്യുന്ന ഒരാളുമുണ്ട്. ജീവിതത്തിൻ്റെ 2 ഭാഗങ്ങളാണ് നമ്മൾ കടലിന് മുന്നേ അവിടെ നേരിട്ട് കാണുന്നത്. ഇതപ്പം ഒരു സൈഡിലോട്ട് വരുമ്പോൾ കാണുന്നത് ആഘോഷങ്ങളും കളിച്ചിരികളും പൊട്ടിച്ചിരികളും ഒക്കെ. ജീവിതത്തിൻ്റെ വലിയൊരു ഫിലോസഫിയാണ് അവിടെ മുന്നിൽ നമുക്കവിടെ കടൽ കാണിച്ചിരുന്നത്. കടൽ അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള അന്തരീക്ഷം കാണിച്ചു തരുന്നത്. ഒരിടത്ത് ആഘോഷങ്ങളും ഒക്കെ തകർത്ത് നടക്കുന്നു, ഒരു സ്ഥലത്ത് നമ്മൾ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യം, അതായത് മരണം എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ നമ്മൾ നേരിട്ട് കണ്ടു. ഇപ്പം ഇവിടെ പൊട്ടിച്ചിരികളും വീഴുന്ന കുറേ ആൾക്കാർ. ഇത് നമുക്ക് ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, ഇതൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു വലിയ സത്യമാണ് അവിടെ വെളിപ്പെടുന്നത്. ഇനി വീണ്ടും നമ്മൾ തിരിച്ച് റൂമിലോട്ട് മടങ്ങുകയാണ്. ഏകദേശം 1 കിലോമീറ്ററോളം നടക്കാറുണ്ട്. കാരണം ഹിൽപാഡിൻ്റെ അവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്നത്. അവിടെ ചെന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇനി കേക്ക് മേടിക്കാൻ പോകണം. കാരണം രാത്രി റൂമിൽ ചെന്നിട്ടാണ് കേക്ക് കട്ടിങ് ഫംഗ്ഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വലിയ ഫംഗ്ഷനായിട്ടൊന്നുമില്ല, നമ്മളെ റൂമിൽ തന്നെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടുന്ന് തിരിച്ച് മടങ്ങുകയാണ്. ക്ലിഫിനോട് യാത്ര പറയുകയാണ്. ക്ലിഫും വർക്കല ബീച്ചിനോട് യാത്ര പറയുകയാണ്. രാത്രി ഒരു 8:30 ആയതോടുകൂടിയൊക്കെ ഞങ്ങൾ റൂമിൽ മടങ്ങിയെത്തി. റൂമിൽ മടങ്ങിയെത്തിയതിന് ശേഷം നമ്മളവിടെ കേക്ക് കട്ടിങ് ഫംഗ്ഷൻ പ്ലാൻ ചെയ്തു. നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകണം. നമ്മൾ തന്നെ പാട്ടൊക്കെ ഇട്ട് നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്ത് അങ്ങനെ 10 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ 10th വെഡ്ഡിങ് ആനിവേഴ്സറി അറ്റ് വർക്കല ബീച്ച് ഇൻ അശോക റെസിഡൻസി. ഇത് പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചകളാണ്. ദൂരെ കാണുന്നതാണ് നമ്മളെ ഹോട്ടൽ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ആക്ച്വലി 11 മണിക്കാണ് ചെക്ക് ടൈം. അപ്പോൾ രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് നേരം കടലിൻ്റെ അടുത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു. വീണ്ടും ആ മനോഹര തീരവും മനോഹരമായ തീരത്തേക്ക്, ആ ഒരു കടൽ പാറക്കെട്ടിലേക്ക് തിരമാല അടിച്ചു കയറുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം കണ്ട് ഞങ്ങൾ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു. ഏകദേശം ഒരു 11 മണിയായതോടുകൂടി ഞങ്ങൾ ആ ഒരു വർക്കലയുടെ ആ മനോഹരമായിട്ടുള്ള കാഴ്ചകൾക്കും ആ മനോഹരമായിട്ടുള്ള വർക്കലയുടെ ആ ഒരു തീരത്തിനും ഞങ്ങൾ വിട പറഞ്ഞു.